ഒരു വീടിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി എത്രത്തോളം ഡ്രോയിങ്ങുകൾ നമ്മൾ തയ്യാറാക്കി വെക്കണമെന്നതിനെ കുറിച്ച് ആളുകൾ അത്ര ബോധവാന്മാരല്ല. എന്നാൽ വീട് പണി തുടങ്ങുന്നതിന് മുൻപേ ഏറ്റവും ബേസിക് ആയി നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ട ഡ്രോയിങ്ങുകളെ കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കുന്നത്. ഫസ്റ്റ് വൺ, ഫ്ലോർ പ്ലാൻ. നമ്മൾ എത്ര ഫ്ലോർ ആണോ പണിയാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ പ്രോപ്പർ ഫ്ലോർ പ്ലാൻ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. രണ്ടാമത്തത് സൈഡ് പ്ലാൻ. നമ്മുടെ വീട്ടിൽ നിന്ന് അതിരുകളിലേക്കുള്ള കൃത്യമായ സെറ്റ് ബാക്കുകൾ ഇട്ട സൈഡ് പ്ലാൻ നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. അടുത്തത് 3D ഫർണിച്ചർ ലേഔട്ട്. നമ്മുടെ വീട്ടിലെ ഫർണിച്ചർ അലൈൻമെന്റുകൾ 3D രൂപത്തിലാക്കിയ 3D ഫ്ലോർ പ്ലാനുകൾ നമ്മുടെ കയ്യിൽ വേണം. ഇന്റീരിയർ കോൺസെപ്റ്റ് മേക്കിങ്ങിന്റെ ഭാഗമായി നമ്മൾ ഇത് തയ്യാറാക്കി വെക്കണം. അടുത്തത് എക്സ്റ്റീരിയർ 3D. വീട് നിർമ്മാണത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഉള്ള ഒരു ഭാഗമാണ് എക്സ്റ്റീരിയർ 3D. നമ്മുടെ വീടിന്റെ എക്സ്റ്റീരിയർ 3D വിഷ്വലൈസേഷൻ നമ്മൾ നിർബന്ധമായും ചെയ്തിരിക്കണം. വീടിന്റെ ഷോ വാൾസ്, കളർ കോംബോ, ലാൻഡ്സ്കേപ്പ് തുടങ്ങിയവയുടെ ഡീറ്റെയിൽ അറിയാൻ വേണ്ടി നിർബന്ധമായും നമ്മുടെ വീടിന്റെ എക്സ്റ്റീരിയർ വിഷ്വലൈസേഷൻ ചെയ്തിരിക്കണം. ഇതിന്റെ മറ്റൊരു പാർട്ടാണ് എക്സ്റ്റീരിയർ 2D. ഡയമെൻഷനോട് കൂടിയ 4 സൈഡ് 2D എലിവേഷൻ നിങ്ങൾ കയ്യിൽ തയ്യാറാക്കി വെക്കണം. വീട് പണി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ലേബേഴ്സിന് വളരെയധികം ഉപകാരപ്പെടുന്ന ഒന്നാണ് എക്സ്റ്റീരിയർ 2D. അടുത്തത് ഇന്റീരിയർ ഡിസൈൻ. നിങ്ങളുടെ വീടിന്റെ പ്രോപ്പർ ഇന്റീരിയർ 3D ഡിസൈൻ നിർബന്ധമായും നിങ്ങൾ വീട് പണിക്ക് മുമ്പ് തയ്യാറാക്കി വെക്കണം. പലരുടെയും ധാരണ വീടിന്റെ സ്ട്രക്ചർ വർക്ക് കഴിഞ്ഞതിന് ശേഷം ഇന്റീരിയർ വർക്ക് സ്റ്റാർട്ട് ചെയ്തതിന് മുൻപായി ഇന്റീരിയർ 3D ചെയ്താൽ മതി എന്നാണ്. നിങ്ങളുടെ വീടിന്റെ ഉള്ളിലെ സിവിൽ വർക്കുകളും ഇലക്ട്രിക്കൽ വർക്കുകളും നിങ്ങളുടെ വീടിന്റെ ഇന്റീരിയർ ഡിസൈനിനെ ബേസ് ചെയ്തിട്ടാണ് വരിക. അടുത്തത് പെർമിഷൻ ഡ്രോയിങ്. നിങ്ങളുടെ പഞ്ചായത്തിൽ നിന്ന് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് വീട് വെക്കാൻ വേണ്ടി പെർമിഷൻ ഡ്രോയിങ് ലീഗലി അവൈലബിൾ ആയെന്ന് ഉറപ്പുവരുത്തണം. നെക്സ്റ്റ്, സെറ്റ് ഔട്ട് ഡ്രോയിങ്. വീട് പണി തുടങ്ങുന്നതിന് മുൻപ് അവസാനമായി ഏറ്റവും ബേസിക്കായി നമുക്ക് വേണ്ട ഒന്നാണ് സെറ്റ് ഔട്ട് ഡ്രോയിങ്. വീടിന്റെ സെറ്റ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡയമെൻഷൻസ് അടങ്ങിയ ഡ്രോയിങ് ആണിത്. അവിടെ നിന്ന് അങ്ങോട്ടുള്ള സ്ട്രക്ചറിന്റെ വർക്കിംഗ് ഡ്രോയിങ്ങുകൾ, പ്ലിന്ത് ഡ്രോയിങ്, മാസൻട്രി ഡ്രോയിങ്, വിൻഡോസ് ആൻഡ് ഡോർസ് ഡീറ്റെയിലിംഗ് തുടങ്ങിയ ഡ്രോയിങ്ങുകളെല്ലാം വർക്ക് തുടങ്ങുന്നതിന് തൊട്ട് മുൻപേ അതത് സ്റ്റേജുകളിൽ ചെയ്താൽ മതിയാവും.